മുക്കം നഗരസഭ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് മുക്കം PC തിയേറ്ററിൽ തുടക്കമായി. നടനും തിരക്കഥാകൃത്തുമായ രഘുനാഥ് പലേരി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവലിൽ ഹ്രസ്വ ചിത്രങ്ങൾ ഉൾപ്പെടെ ദേശീയവും അന്തർദേശീയവുമായ 23ഓളം സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. മുക്കം നഗരസഭ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനാണ് മുക്കം PC തിയേറ്ററിൽ തുടക്കമായത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവലിൽ ഹ്രസ്വ ചിത്രങ്ങൾ ഉൾപ്പെടെ ദേശീയവും അന്തർദേശീയവുമായ 23ഓളം സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. സിനിമാ പ്രേമികൾക്ക് സൗജന്യമായി പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഉദ്ഘാടകനായി ലിൻഡോ ജോസഫ് MLA ആയിരുന്നു സംഘാടകർ ക്ഷണിച്ചതെങ്കിലും മലയാള സിനിമാ രംഗത്ത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മുഖ്യാതിഥിയായെത്തിയ മുതിർന്ന കലാകാരൻ രഘുനാഥ് പലേരിയാണ് ഇത്തരമൊരു മേള ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നറിയിച്ച് MLA രഘുനാഥ് പലേരിയെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചത് ഉദ്ഘാടന വേളയിലെ കൗതുക കാഴ്ചയായി. കഴിഞ്ഞ 3 തവണയായി ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഞാൻ പങ്കെടുക്കുന്നു. 2 തവണ ഉദ്ഘാടകനാണ്. ഈ തവണയും ഉദ്ഘാടകനായിട്ടാണ് എന്നെ വിളിച്ചത്. എന്നാൽ സിനിമയെക്കുറിച്ച് ഒരറിവുമില്ലാത്ത വ്യക്തിയാണ് ഞാൻ എല്ലാ തവണയും ഫിലിം ഫെസ്റ്റിവലിന് പറയാറുണ്ട്, രഘുനാഥ് പലേരി അദ്ദേഹം ഈ വേദിയിലുള്ളപ്പോൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാണ് എല്ലാവരും കൂടി ഇരിക്കുന്നത്. തുടർന്ന് സിനിമാ രംഗത്തെ തൻ്റെ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ച് രഘുനാഥ് പലേരി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. സിനിമയിലേക്ക് വന്നിട്ട് സിനിമയെ ആഗ്രഹിച്ച് സിനിമയുടെ എന്തെങ്കിലുമൊക്കെ ആവണമെന്നും പടം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന എത്രയോ പേര് ഇവിടെ ഉണ്ടാവാം. എത്രയോ ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ഉണ്ടാവാം. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും തളർന്നു പോകരുത്. ഷോർട്ട് ഫിലിം വെക്കാൻ പറ്റിയില്ലെങ്കിൽ മിനി ഫിലിം ഉണ്ടാക്കുക, എന്നിട്ടും പറ്റില്ല മാക്രോ ഫിലിം ഉണ്ടാക്കുക, എന്നിട്ടും പറ്റില്ല വലിയ ഫിലിം ഉണ്ടാക്കുക. അത്രയേ ഉള്ളൂ. അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. മുക്കം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്റർ നവീന വിജയൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മനീഷ ഉള്ളാട്ട്, KP ബിന്ദു, ഭവന വിനോദ്, കാഞ്ചനമാല കൊറ്റങ്ങൽ, KV വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ചാവു കല്യാണം സിനിമയുടെ പ്രദർശനവും നടന്നു. ഫെസ്റ്റിവൽ ബുധനാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മുക്കം.